വളാഞ്ചേരി ഭാഗത്തൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഭാഗത്തുള്ള ബാർബർ ഷോപ്പുകളിൽ കയറി മുടി വെട്ടുക, ഷെയ്വ് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒഴിവാക്കുക. ആ ഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിലൊക്കെ പോകുന്നവർ പ്രത്യേകിച്ച് ആളുകൾക്ക് ലിഫ്റ്റ് കൊടുക്കുന്നത് ഒഴിവാക്കുക. ആ ഭാഗത്തുള്ള കല്യാണാലോചനകൾ പരമാവധി ഒഴിവാക്കുക. അവിടെയുള്ള ഹോട്ടലുകളിൽ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ എന്തിനോ ആവട്ടെ പരമാവധി അങ്ങ് ഒഴിവാക്കുക. ആ ഭാഗത്തൂടെ പോകുമ്പം അവിടെയുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. അതായത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അവരുടെ വേർപ്പൊക്കെ നമ്മുടെ ശരീരത്തിൽ തട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പരമാവധി അവിടെ പോകുന്നതിനെ ഒഴിവാക്കുക എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവരെ കുത്തിയ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എയ്ഡ്സ് രോഗികളെ കുത്തിയിട്ടുള്ള കൊതുക് നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ അതുവഴി നമുക്കും എയ്ഡ്സ് പകരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ വാർത്ത വന്നതിന്റെ കുറച്ച് ദിവസമായിട്ട് വാട്സപ്പിലൂടെ കറങ്ങി നടക്കുന്ന കുറച്ച് മെസ്സേജുകളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇതിന്റെ എന്താണ് സത്യാവസ്ഥ? ഇവിടെ എയ്ഡ്സ് അല്ല വന്നത് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കാം. അപ്പോൾ എയ്ഡ്സും HIV ഒന്നാണോ എന്നുള്ളതായിരിക്കും പലരുടെയും സംശയം. HIV എന്നത് ഈ പറഞ്ഞ വൈറസിന്റെ അണുബാധ ശരീരത്തിൽ കയറുമ്പോൾ പറയുന്ന പേരാണ് HIV ഇൻഫെക്ഷൻ എന്നുള്ളത്. HIV ഇൻഫെക്ഷൻ വന്നു എന്നുള്ളതിന്റെ അർത്ഥം ഒറ്റയടിക്ക് എയ്ഡ്സ് വന്നു എന്നുള്ളതല്ല. HIV അണുബാധ ഒരാളുടെ ശരീരത്തിൽ കയറി 5, 10, 15 വർഷം അത് അയാളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ അയാളുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് അയാളുടെ ശരീരം എത്തിപ്പെടുന്ന ഒരു കണ്ടീഷൻ, ഒരു രോഗാവസ്ഥക്ക് പറയുന്ന പേരാണ് എയ്ഡ്സ്. അതൊരിക്കലും HIV ഇൻഫെക്ഷൻ വന്ന് രണ്ടാമത്തെ ദിവസം അയാൾക്ക് എയ്ഡ്സ് വരില്ല. അത് ഓരോരുത്തരുടെയും പ്രതിരോധശേഷിക്ക് അനുസരിച്ചിട്ട് 5, 10, 15 വർഷമൊക്കെ എടുത്തിട്ട് മാത്രമാണ് ഒരാൾ എയ്ഡ്സ് രോഗിയായിട്ട് മാറുന്നത്. അതും ഇക്കാലത്ത് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഇതിന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എയ്ഡ്സ് രോഗിയായിട്ട് മാറാനുള്ള സാധ്യത അത്രയും നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ മരുന്ന് കുടിക്കാതെ കൊണ്ടുനടന്നാൽ മാത്രമേ വരുള്ളൂ. ഈ HIV ഇൻഫെക്ഷൻ എങ്ങനെയാണ് ഒരാൾക്ക് കിട്ടുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലൂടെ ഒക്കെ ഇത് പകരോ? ഒരിക്കലുമില്ല. ഇത് ആകെ പകരാൻ 4 മാർഗങ്ങൾ മാത്രമാണുള്ളത്. ഒന്ന്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരാറുണ്ട്, അഥവാ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് വഴി. അത് വെജൈനലായിക്കോട്ടെ അനലായിക്കോട്ടെ ഒക്കെ പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗേ കപ്പിൾസിലൊക്കെ ഇത് വളരെ കൂടുതലാണ് ഇത് പരക്കാനുള്ള സാധ്യത. രണ്ടാമത്തത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഒരാളുടെ രക്തം മറ്റൊരാൾക്ക് ദാനം ചെയ്യുക, രക്തദാനം വഴി പരക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇക്കാലത്ത് അതിനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. കാരണം ബ്ലഡ് ബാങ്കിലൊക്കെ അത്രയും ചെക്കപ്പും ടെസ്റ്റും ചെയ്ത ശേഷം മാത്രമാണ് ഒരാളുടെ രക്തം മറ്റൊരാൾക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത് നമ്മൾ ഈ പറഞ്ഞ പോലെ, ഈ വാർത്തയിൽ പറഞ്ഞ പോലെ 10 ആൾ ഇവിടെ ഓൾമോസ്റ്റ് 10-19 ആൾക്കാർ മലപ്പുറത്ത് സ്ഥിരീകരിച്ചു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഇതിലെന്താ സംഭവിച്ചിട്ടുണ്ടാകുക? ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു HIV അണുബാധ ഉണ്ടാകും. അപ്പൊ ഈ മയക്കുമരുന്നിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് എല്ലാവരും ഉപയോഗിച്ചു. അപ്പൊ ഈ അണുബാധ ഉള്ള ആളുടെ ഇൻഫെക്ഷൻ ആ സിറിഞ്ച് വഴി മറ്റുള്ളവർക്കൊക്കെ പരന്നു. ഇതാണ് സംഭവിച്ചിട്ടുണ്ടാകുക. ഇനി ഇതിങ്ങനെ ഡ്രഗ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് അവർ? ഒരിക്കലും അല്ല. ഹെൽത്ത് വർക്കേഴ്സ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മൾ തുന്നിടുന്ന സമയത്ത് ഇങ്ങനെ പ്രൊസീജിയേഴ്സ്, ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഒക്കെ സർജറി സമയത്തൊക്കെ ഇത്തരം എയ്ഡ്സ് രോഗികളെ അല്ലെങ്കിൽ HIV അണുബാധയുള്ള പേഷ്യൻസിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവരിൽ കുത്തിയ നീഡിൽസോ ഫ്യൂച്ചർ മെറ്റീരിയലൊക്കെ അറിയാതെ ആക്സിഡന്റൽ ആയിട്ട് നമ്മളെ കുത്തിപ്പോയി കഴിഞ്ഞാലും നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് പ്രഗ്നൻസി സമയത്ത് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പ്ലാസന്റ വഴി പരക്കുക എന്നുള്ളതാണ്. അതും ഇക്കാലത്ത് അതിനും സാധ്യത കുറവാണ്. കാരണം കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ച് കുട്ടിക്ക് അത് പകരാതെ സഹായിക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണം നമുക്കുണ്ടായി, നമുക്കത് വന്നോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയണം. അതിനുള്ള എന്തൊക്കെയാണ് ടെസ്റ്റുകൾ? എലൈസ എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ടെസ്റ്റ്. പിന്നെ നമുക്ക് വൈറൽ ലോഡ്, ശരീരത്തിലുള്ള വൈറൽ ലോഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് PCR ടെസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇത് തന്നെ എപ്പോഴാണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് 2 ആഴ്ച മുതൽ 3 മാസ കാലയളവിനുള്ളിൽ എന്തായാലും നമുക്കിത് ടെസ്റ്റിൽ കാണാൻ പറ്റുന്നതാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു, അത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ച് നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കി വിടാൻ പാടില്ല. അടുത്തൊരു 3 മാസം ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ചെയ്തു നോക്കുക. ഈ 3 മാസത്തിലുള്ള ടെസ്റ്റിലും ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു അണുബാധ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഏതെങ്കിലും മാർഗം വഴി നമുക്ക് HIV ഇൻഫെക്ഷൻ പകരം? ഒരിക്കലുമില്ല. നമ്മളൊരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അയാൾക്കൊരു ഉമ്മ കൊടുത്തുകൊണ്ടോ കെട്ടിപ്പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അയാൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി നമ്മൾ കുടിച്ചുകൊണ്ടോ ഒരേ പ്ലേറ്റിൽ നിന്ന് HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് നമ്മളും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഉമിനീര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ടോ ഒന്നും ഒരിക്കലും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടൊന്നും ഒരിക്കലും നമ്മുടെ ഈ അണുബാധ പകരില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അത് മാത്രമല്ല, ആകെയുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ ബാർബർ ഷോപ്പിൽ പോകുന്ന ഒരു കാര്യം, ബാർബർ ഷോപ്പ് പോകുമ്പോൾ പോലും നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ നമ്മുടെ മുമ്പേ വന്ന ഒരാളെ ഷേവ് ചെയ്തിട്ടുള്ള അവരുടെ ബ്ലേഡ് മാത്രം ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മാത്രം ഉറപ്പിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ എയറിൽ ഈ HIV വൈറസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ലൈവായിട്ട് ഇൻഫെക്റ്റീവായിട്ട് നിൽക്കാൻ വളരെ ചുരുക്കം മിനിറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബ്ലേഡ് മാറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അപ്പം അതിനെപ്പറ്റി നമ്മൾ വല്ലാണ്ട് ആലോചിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ വ്യാകുലത ഇതിനെ പറ്റിയാണ്. ബാർബർ ഷോപ്പ് പോകുമ്പോൾ നമുക്കിത് വരക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് മാത്രമേ ഇവിടെയും നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ പണ്ട് മുതലേ നമ്മൾ എയ്ഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ മനുഷ്യന്മാർ അതിനൊരു മറ്റൊരു രീതിയിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു വെറുക്കപ്പെടുന്ന രോഗം പോലെയാണ് നമ്മളതിനെ ചിത്രീകരിക്കുന്നത്. എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്, മരിച്ചു കഴിഞ്ഞു, അവൻ്റെ ജീവിതം
തീർന്ന് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ മൊത്തത്തിൽ മിക്ക ആളുകളുടെയും മനസ്സിലൊരു ചിത്രം എയ്ഡ്സിനെ പറ്റി ഇതാണ്. പക്ഷെ പണ്ടത്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇക്കാലത്ത് എയ്ഡ്സിന് പണ്ട് ഒരുപാട് ഗുളികകൾ ഉണ്ടായിരുന്ന സമയത്ത് ഇക്കാലത്ത് വെറും ഒരു ഗുളിക മാത്രമാണുള്ളത്. ആന്റി റിട്രോവൈറൽ തെറാപ്പിയുടെ ഭാഗമായിട്ട് ഒരു ഗുളിക കൃത്യമായിട്ട് മറ്റ് ഓട്ടോഇമ്യൂൺ ഡിസീസസ് അല്ലെങ്കിൽ പ്രതിരോധശേഷിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഡിസീസ് ഒന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഈ ഗുളിക ലൈഫ് ടൈം കുടിച്ചു പോയി കഴിഞ്ഞാൽ, അതായത് ഒരു ഷുഗറിനും പ്രഷറിനും ഒക്കെ കഴിക്കുന്ന പോലെ ഒരു ഗുളിക കൃത്യമായിട്ട് കഴിച്ചു പോയി കഴിഞ്ഞാൽ അയാൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് ജീവിതം മറ്റാരെ പോലെ ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഉറപ്പാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പാർട്ട്നേഴ്സിന് ഒരു ഹസ്ബൻഡിനുള്ള ഒരു കേസിൽ അല്ലെ ഭാര്യയ്ക്ക് എയ്ഡ്സ് വന്നു, അപ്പോൾ ഇത് ഭാര്യയിൽ നിന്ന് ഭർത്താവിലേക്കും ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്കും പകരാതിരിക്കാൻ പോലും ഈ ട്രീറ്റ്മെന്റ് സഹായകമാവും. എത്രയോ പേര് നമ്മൾ അതും കണ്ടിട്ടുണ്ട്. ഭാര്യയ്ക്ക് എയ്ഡ്സ് ഉണ്ട്, പക്ഷെ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല, അവർ നല്ലൊരു ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകുന്നുണ്ട്. അങ്ങനത്തെ കേസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ സുരക്ഷ, ജ്യോതിസ്, ഉഷസ്, പുലരി എന്നീ പല പേരുകളിലും ഒരുപാട് സേവനങ്ങൾ ലഭ്യമാണ്. നമുക്കിപ്പം ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പം സർക്കാർ ജില്ലാ ആശുപത്രികളിൽ, ജനറൽ ഹോസ്പിറ്റൽസിൽ, മെഡിക്കൽ കോളേജസിലൊക്കെ പോയിട്ട് നമുക്കൊന്നെങ്കിൽ സ്വമേധയാ പോയിട്ട് അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമോ നമുക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ പോയിട്ട് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള രോഗികൾക്ക് HIV പോസിറ്റീവ് ആയി കഴിഞ്ഞാലും അതിന്റെ മുമ്പേ ആണെങ്കിൽ പോലും HIV റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗും ഫ്രീ ആയിട്ട് സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഷെയ്ക്കാൻഡ് കൊടുത്താലും ഉമ്മ വെച്ചാലും കെട്ടിപ്പിടിച്ചാലും അതുപോലെ തന്നെ ഒരു ബൈക്കിൽ ഒരുമിച്ച് യാത്ര ചെയ്താലും ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും ഒരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിച്ചാലും ഒന്നും നമുക്ക് HIV ഇൻഫെക്ഷൻ പകരൂല എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഫേക്ക് വാട്സപ്പ് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാതിരിക്കുക. ഈ അറിവിനെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്